അടുത്ത വീണ്ടും നമുക്ക് കുട്ടമ്പുഴയിലേക്കൊന്ന് പോകാം. കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളെയും കണ്ടെത്തിയെന്ന വാർത്ത. എന്താണ് ഇതിൻ്റെ കൂടുതൽ ഇപ്പോഴുള്ള പുതിയ വാർത്തകളെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ തന്നെയാണ് അവരെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തി തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു സന്തോഷം, അതായത് തിരിച്ച് കിട്ടിയതിന്റെ ഒരു സന്തോഷ ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറ്റു രണ്ടുപേർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നിരിക്കുന്നത് മായയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. മായ തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവരോട് കാരണം സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ആ സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഏതാണ്ട് 17 മണിക്കൂറോളം അവിടെ നിന്നതിന് ശേഷം ഇപ്പോൾ മായ തിരിച്ചു വന്നിരിക്കുന്നു. അതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നത്. പ്രേക്ഷകർ അത് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മുടെ എല്ലാം അത്ര വലിയ ഒരു സന്തോഷത്തിന്റെ സാഹചര്യത്തിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. റേഞ്ച് ഉണ്ടായിരുന്നോടത്താ വിളിച്ചത്. റേഞ്ച് പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ പറ്റാതെ വന്നു. ഹലോ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വനത്തിൽ നിന്നും മടങ്ങിയെത്തിയ, അതായത് അവിടെ കുടുങ്ങിപ്പോയ മായ എന്ന സ്ത്രീ മടങ്ങിയെത്തിയതാണ്. അവർ 3 പേരും സുരക്ഷിതരാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. നമുക്ക് കാണാം, ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ്. കാരണം 14 മണിക്കൂറാണ് രാത്രി കാട്ടിൽ അവർ അകപ്പെട്ടു പോയത്. അപ്പോൾ എന്തായി, അവരെവിടെയാണ്? അവർക്കറിയാവുന്ന കാടായിരിക്കാം, പക്ഷേ നാട്ടിലുള്ളവർക്ക് വലിയ ആശങ്കയായിരുന്നു. ഇതേ മായ തന്നെയാണ് കഴിഞ്ഞ ദിവസം 4:45 അവസാനമായി അവരോട് സംസാരിച്ചത്. അപ്പോഴും മായ അറിയിച്ച ആശങ്ക എന്താണെന്ന് വെച്ചാൽ കാട്ടാനക്കൂട്ടത്തിനരികിലായി പോയി എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം ആശങ്കയോടെയാണ് ആ ഒരു വാർത്ത നോക്കിക്കാണുന്നത്. അതിനുശേഷം തന്നെ മായയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ആശങ്കകൾക്കൊടുവിലാണ് ഇപ്പോൾ മായ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ്. അത്രയും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ. പോയതല്ലേ, അപ്പൊ വല്ലാതെ പേടിച്ചു പോയെന്നായിരുന്നു പറഞ്ഞത്. ആശ്വാസമായിരുന്നു. മകനുണ്ടായിരുന്നു അവിടെ വന്നത്. മകനാണോ ആദ്യം കണ്ടത് അമ്മേനെ? ചേട്ടൻ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? ചേട്ടൻ ആശുപത്രി പോയ സമയത്താണല്ലോ ഇതൊന്നും പറയാതെ കാട്ടിലേക്ക് കയറി പോയത്. ഇങ്ങനെ പെട്ടെന്ന് പശുവിനെ തപ്പി പോടാൻ തോന്നാൻ കാരണം അങ്ങനെ പോകാനുള്ള ഒരു ദിവസമായിട്ട് കാണാത്തോട്ടങ്ങ് പോയി. ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥ ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. കാരണം ആശ്വാസ തീരത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവരത് വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം ആശ്വാസമായി എന്നുള്ളത്. എങ്ങനെ വിളിച്ചു? നിങ്ങൾ കൂവി വിളിച്ചപ്പോഴാണോ മറുപടി കിട്ടിയത്? കൂവി വിളിച്ചായിരുന്നു, പക്ഷേ കൂവി വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും അറിയില്ല. രാവിലെ അവർ തന്നെ ഇറങ്ങി വരുമായിരുന്നു. റേഞ്ചുള്ള ഭാഗത്തല്ലായിരുന്നു എന്ന കാര്യം അവർ പറയുന്നുണ്ട്. കാരണം ഉൾക്കാട്ടിനുള്ളിൽ ആയിപ്പോയല്ലോ. ഇപ്പോൾ ഈ നമുക്കറിയാം, അന്വേഷണ സംഘത്തിനൊപ്പം അവരുടെ മകനുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവരെയും കണ്ടെത്തി ആശ്വാസ തീരത്തേക്ക്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ ഒരു വലിയ ആശ്വാസം അവർക്കുണ്ട്.
ഇപ്പോൾ മെഡിക്കൽ സംഘം അവരെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മണിക്കൂറുകൾ അവിടെ വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയേണ്ടി വന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ഒരു ആശങ്ക നേടിക്കുകയും ചെയ്യുന്നത്. നമുക്ക് അവരോട് തന്നെ അമ്മയ്ക്ക് സന്തോഷമായല്ലേ? മോള് ഭയങ്കര ധൈര്യത്തോടെ അവിടെ പിടിച്ചു നിന്നു, രാത്രിയൊക്കെ നിന്നു, ഇപ്പൊ തിരിച്ചു വന്നു കുട്ടികൾക്കൊപ്പം അല്ലേ? തൃപ്തിയായില്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. നേരത്തെ എല്ലാരും തെരച്ചിലൊക്കെ നടത്തിയപ്പോ തന്നെ ഒരു ആശ്വാസമായിരുന്നു അല്ലേ കണ്ടെത്തും നോക്കിയുള്ളത്? ഫോണിൽ കണ്ടില്ലായിരുന്നു അവര് നടന്നു വരുന്നതൊക്കെ? ഫോണിൽ കണ്ടില്ലേ? കണ്ടു. എന്താ തോന്നിയപ്പോ? വിഷമിച്ച് നിക്കല്ലേ, വന്നു കിട്ടിയ ഓർത്ത്. വിഷമൊക്കെ മാറിയില്ലേ നേരിട്ട് കണ്ടപ്പോ? നേരിട്ട് കണ്ടപ്പോ എന്താ പറഞ്ഞത്? കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടു. എന്തായാലും അമ്മ റെസ്റ്റ് എടുക്കല്ലേ? ഇനി മോള് വേറെ കുഴപ്പമൊന്നും കഴിച്ചിട്ടില്ല. അവര് ഇന്നലെ മുതൽ മോളെ കണ്ട് എന്തെങ്കിലും ക്ഷീണങ്ങൾ ഞാനും കഴിച്ചിട്ടില്ല. അമ്മയ്ക്കും ഉണ്ട്. മോളെ കാണാതെ പിന്നെ ആഹാരം കഴിക്കണ എങ്ങനെ, ഉറങ്ങണ എങ്ങനെ, അങ്ങനെ ഇരുന്ന് എന്നെ നേരം വെളുപ്പിച്ചു. കാടിനകത്തേക്ക് പോയത് പിന്നെ അറിഞ്ഞതല്ലേ? അത് അറിഞ്ഞില്ലായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കുക, എങ്ങനെ ഉറങ്ങാന്ന് ഉറങ്ങിയിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഇരുന്ന് തന്നെ നേരം വെളുപ്പിക്കുക. പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇരുന്ന് നേരം വിളിപ്പിക്കരുത്. ഇന്നലെ മായയുടെ വീട്ടിലാണ്, അവിടെ മുൻവശത്ത് പോയിരിക്കുന്നു അല്ലേ? അവിടെ വന്നിരിക്കുക. പറഞ്ഞതുപോലെ മകളെ കാണുന്നില്ല. ഇനി മോളെ കാട്ടിലേക്കൊന്നും വിടില്ലല്ലോ അല്ലേ? ഇവിടെ അമ്മയാണ് പുറത്തിറങ്ങി പോരെന്ന് പറയൂലേ? ഹസ്ബൻഡ്, മകൻ അടക്കമുള്ളവരുടെ നമ്മൾ കേട്ടു. അമ്മ സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് പോകുന്നത് അല്ലേ? ഇതെങ്ങനെയാണ് ഈ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു പോയത്? എങ്ങനെയാണ് ദൈവത്തിന് അറിയാവുള്ളൂ, എനിക്കറിയില്ല. രാത്രി ഉറങ്ങോ, കിടക്കോ, ആഹാരം കഴിക്കോ, ഇന്നലെ രാവിലെ ഇച്ചിരി ചായ കുടിക്കുക, അങ്ങനെ കഴിഞ്ഞു പോയി. പ്രാർത്ഥനയിലായിരുന്നു ഈ മണിക്കൂറുകൾ അത്രയും പ്രാർത്ഥന. അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലാണ്. പിന്നെ അമ്മേ വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ അവരുടെ എല്ലാം മെഡിക്കൽ സംഘം എല്ലാവരെയും പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിൽ മായയുടെ ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ഇപ്പോൾ കാണാം. മായ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ മായക്കില്ല. പ്രാഥമികമായ പരിശോധനകൾ ഡോക്ടർമാർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 3 പേരും സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലേക്ക് തന്നെയാണ് നിമിഷങ്ങളിൽ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ഒന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം, വെള്ളമൊക്കെ കുടിക്കാനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് തോന്നിയായിരുന്നോ? വെള്ളവും ഇതൊന്നും തോന്നിയില്ല. ഒരുപാട് തന്നെയായിരുന്നു, ആന മാത്രമായിരുന്നു അല്ലേ? ശരി, അത് തന്നെയാണ്. വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നായിരുന്നു അവർ പ്രതികരിക്കുന്നത്. കാരണം അത്രത്തോളം മാനസികാവസ്ഥ അത്രത്തോളം മോശമായിരിക്കാം ആ ഒരു സന്ദർഭത്തിൽ. ഇപ്പോൾ വലിയ ആശ്വാസം, ഒപ്പം തന്നെ ആ ഒരു നടുക്കത്തിൽ നിന്ന് അവർ വിട്ടുമാറുന്നതേ ഉള്ളൂ എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ പോലും അവർ ആശ്വാസം, ഇപ്പോഴാണ് അവർക്ക് ആശ്വാസം വന്നത് എന്നുള്ളതാണ്. ഏതായാലും